ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. പ്രൊജക്ഷനിൽ തന്നെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൊജക്ഷൻസ് ഓഫ് പോയിന്റ്സ് ആൻഡ് പ്രൊജക്ഷൻസ് ഓഫ് ലൈൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് 99% ക്വസ്റ്റ്യൻ ഫ്രം പ്രൊജക്ഷൻസ് കയറി വരിക. ഓക്കെ, ഇത് രണ്ടും തന്നെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് പഠിക്കും, പിന്നെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാന്ന് പഠിക്കാം. അപ്പൊ കുറച്ച് പേരെങ്കിലും എനിക്കൊന്ന് KWയുടെ ബാച്ചിലുള്ള ആൾക്കാർക്ക് ഇത് കൂളായിട്ട് തന്നെ ആൻസർ ചെയ്യാവുന്നുള്ളൂ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പ്രൊജക്ഷൻ? പ്രൊജക്ഷൻ ഓക്കെ, നോക്കാം. ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുകയാണ്. ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഇത് ഇതിലിങ്ങനെ പോകുന്നത്, ഇത് എവിടെ വെക്കുന്നുണ്ട്? ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഷാഡോ അല്ലെ, അല്ലെങ്കിൽ ഒരു നിഴല് വേറൊരു പ്ലെയിനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കാൻ പറ്റും. അതിനെയാണ് സിംപിളി പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആ ഈ പ്രൊജക്ഷൻ വരുന്ന ഒരു ഏരിയ, ഓക്കെ, അതായത് പ്രൊജക്ഷൻ ആ നിഴല് അടിക്കുന്ന ഒരു സ്ഥലം, അതിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ കാര്യത്തിന് യാതൊരു സംശയമില്ലല്ലോ. ഈ കാര്യങ്ങൾ ആർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്താണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, എന്താണ് പ്രൊജക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് പ്രൊജക്റ്റേഴ്സ്? അതായത് നമ്മൾ കണ്ണിൽ നിന്ന് വരുന്ന ഈ നമ്മുടെ റേസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്റ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ? ഇതിനാണ് നമ്മൾ പ്രൊജക്റ്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? കാരണം ഇതുമായി ബന്ധപ്പെട്ടാണ് ബാക്കി എല്ലാ പോയിന്റ്സിന്റെ ഒരു വരാം. ഇത്രയും ക്ലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടതാണ്, ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നോർമലി ഇത് ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് അല്ലെ? ഇതൊരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ്, ആണോ? ഇതൊരു ഐസോമെട്രിക് വ്യൂ ആണ്. ഈ ഐസോമെട്രിക് വ്യൂവിന്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്രൊജക്ടർ, 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 പ്രൊജക്ടർ അല്ലെ? കുറെ ലൈൻസ് ഇങ്ങനെ വരുന്നു. ഈ ലൈൻസ് ഒക്കെ എങ്ങനെയാ കിടക്കുന്നത്? ഈ ലൈൻസ് ഒക്കെ എങ്ങനെയാ കിടക്കുന്നത്? പാരലൽ അല്ലേ? പാരലൽ അല്ലേ? പാരലൽ ടു ഈച്ച് അതർ. ഇതൊരു സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. Parallel to each other. In orthographic projection, the projectors are parallel to each other. Clear? തെറ്റിക്കില്ലല്ലോ? കാരണം പാരലൽ ആണോ, പെർപെൻഡിക്കുലർ ആണോ, ഇൻക്ലൈൻഡ് ആണോ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം വരും, ഈ സാധനം എന്തല്ല അപ്പൊ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ നമുക്ക് കറക്റ്റ് എന്തായിരിക്കണം? പാരലൽ ആയിട്ട് വേണം. അത് ഓർത്തിരിക്കുക, കൃത്യമായ പോയിന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമുക്ക് 4 ക്വാഡ്രന്റുകളായിട്ട് ഇതിനെ തിരിക്കാം. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം ഒരു ബേസിക് നോളജ് എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, ഇതിനെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് തിരിക്കാം. ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ആണ്, ഇത് തേർഡ് ആണ്, ഇത് ഫോർത്ത് ആണ്. ഓക്കെ, 4 ക്വാഡ്രന്റ്സ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയാം. ഇതിനെ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്ന കുറെ ടെക്നിക്കൽ ഹൈസ്കൂളുകാരുണ്ടെന്ന് പറഞ്ഞു. പണ്ടത്തെ പേര് ടെക്നിക്കൽ ഹൈസ്കൂളുകാർ പഠിച്ചവരുണ്ട്. 2010 മുമ്പൊക്കെ, 2007, 2000 മലയാളം മീഡിയം ടെക്നിക്കൽ ഹൈസ്കൂൾ പഠിച്ച മനുഷ്യന്മാരുടെ കയ്യിലുണ്ടോ? മലയാളം മീഡിയം ടെക്നിക്കൽ ഹൈസ്കൂൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ വന്ന് വിലങ്ങൻ തലം പുത്തൻ തലം ഒക്കെ പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ പഠിച്ചതെന്ന് അറിയില്ല. വിലങ്ങൻ തലം പുത്തൻ തലം, വിലങ്ങൻ തലത്തിനും പുത്തൻ തലത്തിന്റെ ഇടയിൽ ഒരു ബിന്ദു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചത് ഓർക്കണ്ടോ? അല്ലെ? 4 കാൽവട്ടങ്ങൾ, 4 ക്വാഡ്രന്റിനെ പഠിപ്പിച്ച പേരാ. ഓക്കെ, എല്ലാവർക്കും ഞാൻ വെറുതെ രസത്തിന് ഇങ്ങനെ ഓർമ്മിപ്പിച്ചതാണ്. പണ്ട് പഠിച്ചത് എന്തിനാന്ന് നിങ്ങൾ അറിയാട്ടെ. ഓക്കെ, എനിവേ നമുക്ക് 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഈ 4 ക്വാഡ്രന്റ്സില് എന്താണ് ഇൻട്രസ്റ്റിംഗ് നെയിംസ് ആണല്ലേ? അതെ അതെ, സത്യം. ഞാൻ THS ആണ്, അതുകൊണ്ടാണ് ഇത്രയും ഓർമ്മ. ഓക്കെ ഓക്കെ, കുറച്ചു കാലമായി ഞാൻ പറയാട്ടോ. അപ്പൊ ഇതില് 2006
ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻസ്, 4 ക്വാഡ്രന്റ്സ്. അപ്പൊ ഇവിടെ ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്ത് സംഭവിക്കുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു പ്ലെയിൻ കൊണ്ടുവച്ചു. ഇവിടെ നോക്കി, ഇത് കണ്ട, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ വേറൊരു പ്ലെയിൻ കൊണ്ടുവെക്കുകയാണ്. ഈ പ്ലെയിൻ അറിയപ്പെടുന്ന പേരാണ് പ്രൊഫൈൽ പ്ലെയിൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രൊഫൈൽ പ്ലെയിൻ, അതായത് ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. നോക്കുക, എച്ച് പിക്കും വി പിക്കും പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ ഇവിടെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് അറിയപ്പെടുന്ന പേരാണ് പ്രൊഫൈൽ പ്ലെയിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇമാജിനറി പ്ലെയിൻ ആണ്, ഓക്സിലറി പ്ലെയിൻ എന്നും പറയാം. ഓക്കെ, കാരണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് നമ്മൾ പറയും. കാരണം ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെക്കുക, നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പറയാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. 4 എന്തുണ്ട്, ക്വാഡ്രന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുക, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് ഇയാൾ പോയിരിക്കുന്നത്. ഇവിടെയാണ് ഫസ്റ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ്, ഇതാണ് ഫോർത്ത്. ഈ എച്ച് പിയുടെ മുകളിലോട്ട് നമുക്ക് എന്തെന്ന് പറയാം, എബോവ് എന്ന് പറയാം. താഴോട്ട് നമുക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ബിലോ എന്ന് പറയാം. ക്ലിയർ? അതുപോലെ തന്നെ വി പിയുടെ ഈ വശത്തേക്ക് നമുക്ക് ഫ്രണ്ട് എന്ന് പറയാം, ഇൻ ഫ്രണ്ട്. ഓക്കെ, ബാക്കിലേക്ക് നമുക്ക് എന്ത് പറയാം, ബിഹൈൻഡ് എന്ന് പറയാം. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ടിൽ നൗ? കാരണം ബിടെക് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ അന്ന് വിട്ടതായിരിക്കും, പിന്നെ ഈ ഭാഗത്തായിട്ട് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബിഹൈൻഡ് വി പി, ബിഹൈൻഡ് വി പി, എബോ എച്ച് പി എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ക്വാഡ്രന്റ്? സൗണ്ട് ബ്രേക്ക് ആവുന്നു അൻവർലാൽ. ബാക്കിയുള്ളവർക്ക് പ്രശ്നം വരുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്ന പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല, ആർക്കും പ്രശ്നമില്ല. അൻവർ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബിഹൈൻഡ് വി പി എബോ എച്ച് പി. അപ്പൊ എച്ച് പിയുമായി റിലേറ്റ് ചെയ്യുന്ന 2 കാര്യമുള്ളൂ, എബോ ആൻഡ് ബിലോ. ബി പിയുമായി റിലേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളുള്ളൂ. ഏതൊക്കെയാണ്? ഇൻ ഫ്രണ്ട് ആൻഡ് ബിഹൈൻഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ നോക്കാം, ഫസ്റ്റ് ആംഗിൾ. ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ആസ് പെർ BAs 2 സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്താണ് ഫസ്റ്റ്, ഓക്കെ, ദെൻ തേർഡ്. എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് തേർഡ് മാത്രം യൂസ് ചെയ്യുന്നത്? 2ഉം 4ഉം എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല? ഇത് 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിമ്പിൾ ഇവിടെ വെച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഫ്രസ്ട്രം കോൺ എന്നാണ് ഇവിടെ നമ്മൾ പറയാം. ഒരു ഫ്രസ്ട്രം കോൺ, ഇങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ നോർമലി ഈ സിമ്പിളിന് വേണ്ടി യൂസ് ചെയ്യാം. ഈ ആളെ ഞാൻ എവിടെ കൊണ്ടുവെക്കാണ്? ഇവിടെ കൊണ്ടുവെക്കാണ്. ഇവിടെ കൊണ്ടുവെക്കാണ്. ഇവിടെ നിന്ന് ഞാൻ നോക്കി, ഇവിടെ നിന്ന് നോക്കി, ഇവിടെ നിന്ന് നോക്കി. ഓക്കെ, ഇതിവിടെ കൊണ്ടുവന്നു. ഇവിടെ ഒരു ബക്കറ്റ് ഈ ഷേപ്പ് നമുക്കിവിടെ കിട്ടി. ആ ഷേപ്പ് നമ്മളിവിടെ വരച്ചു. മുകളിലും താഴോട്ടും നോക്കി, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. നമുക്കിവിടെ തൽക്കാലം വരച്ചില്ല, കാരണം നമുക്ക് റെപ്രസെന്റേഷൻ അവിടെ കിട്ടി. ഇത് 2 ഒരേപോലെയാണെന്ന് വരയ്ക്കുന്നില്ല. ഇനി നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ നോക്കിയപ്പോ ഒരു കുഞ്ഞു വട്ടം, ഒരു വലിയ വട്ടം, അല്ലെ? ഇവിടെ നിന്ന് ഒരു കുഞ്ഞു വട്ടം, ഒരു വലിയ വട്ടം. ഇത് എവിടെ കൊണ്ട് വരയ്ക്കും നമ്മൾ? ഇത് നമ്മൾ എവിടെ കൊണ്ട് വരയ്ക്കും? ഓക്കെ, ഇവിടെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫൈൽ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടി. ഇത് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ എങ്ങോട്ട് മാറ്റണം? പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ടു പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനെ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനെ എങ്ങോട്ട് തിരിക്കുക എന്നുള്ളതാണ്. ക്ലോക്ക്വൈസ്. ഓക്കെ, ഒന്നുകിൽ ഇത് തിരിക്കുക. വെർട്ടിക്കൽ പ്ലെയിൻ നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ, വെർട്ടിക്കൽ പ്ലെയിൻ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞതാണ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് തിരിക്കാം.
എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ വെക്കുന്ന ഒരു രീതി, അതാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇതിനെയാണെങ്കിലോ ഇവിടേക്ക് ഓക്കെ, ഇങ്ങനെ ഈ റൊട്ടേഷൻ. ക്ലിയർ? ക്ലിയർ? ഇതിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കിട്ടും? ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടും. ഇതുകൊണ്ടാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ ലെഫ്റ്റ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിൽ വരും. ക്ലിയർ? ക്ലിയർ ആണോ? എന്തുകൊണ്ട് നമ്മളിത് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ എന്തുകൊണ്ടാന്ന് മനസ്സിലായിട്ടേ നമുക്ക് അതുകൊണ്ടൊരു ഉപയോഗം. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ആംഗിൾ പൊസിഷനിൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് വരയ്ക്കുന്നതെന്ന് കൃത്യമാണല്ലോ. ഡൺ. ഓക്കെ, ഇവിടെ നോക്കുക, ഇതാണ് പ്രൊഫൈൽ പ്ലെയിൻ. ഈ പ്രൊഫൈൽ പ്ലെയിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ഇതിനെ നേരെ തിരിച്ചു വെക്കണം, കാരണം ഇതിന് പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ തിരിഞ്ഞു വരുന്ന ഒരു വ്യൂ കാണിക്കണം. ഇതിങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തി. ഇതിനെ തിരിച്ച് ഈ ബ്ലൂ ഉണ്ടായിരുന്ന സാധനത്തിനെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ടാക്കി. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വട്ടം എവിടെ എത്തി? ഇവിടെ എത്തി. ആക്ച്വലി ഇത് എന്ത് വ്യൂ ആണ്? ലെഫ്റ്റ് സൈഡ് വ്യൂ അല്ലേ? ലെഫ്റ്റ് സൈഡ് വ്യൂ അല്ലേ? പക്ഷെ നമ്മൾ പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാ വരയ്ക്കുന്നത്? ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് എവിടെയാ? റൈറ്റ് സൈഡിലല്ലേ? ഓക്കെ, ക്ലിയർ? ശ്രീഹരി ഇത് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലെ ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ഇനി ഈ സെക്കൻഡ് ആംഗിൾ ഒന്നും വിചാരിക്കാം. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് നമ്മൾ ഇവിടെ വെക്കും, ഇത് നമ്മൾ ഇവിടെയും വെക്കും. എന്നിട്ട് ഇങ്ങനെ മടക്കിക്കൊണ്ട് വരുമ്പോ ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യില്ലേ? പ്രൊഫൈൽ പ്ലെയിനും ഈ പ്ലെയിനും കൂടെ സെക്കൻഡ് ആംഗിൾ നമ്മൾ വരച്ച ആ പറയുന്ന എലിവേഷനും കൂടെ ഓവർലാപ്പ് ചെയ്യില്ലേ? ഈ പ്രശ്നം എവിടേക്ക് വരും? സെക്കൻഡിലും വരും, ഫോറിലും വരും. അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? സെക്കൻഡും ഫോറും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, കിട്ടിയില്ലോ അല്ലെ? കിട്ടിയല്ലോ. Then 1 and 3 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവേഴ്സ് ആവുന്ന മാത്രമേ ഉള്ളൂ. ഇത് നേരെ തിരിഞ്ഞു വരും. അത് ലെഫ്റ്റ് സൈഡിൽ തന്നെ വരയ്ക്കുകയാണെങ്കിൽ അത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരിക്കും. ഇത്രയും കാര്യം ഓർത്തിരിക്കും. ഇത്രയും കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കും. ഓക്കെ, അടുത്തേക്ക് പോവാം. എങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. ഐസോമെട്രിക് പ്രൊജക്ഷൻ. നമ്മൾ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ആണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കാം. ഇപ്പൊ ഇതിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് ആക്ച്വലി ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഇത് 3 തമ്മിലുള്ള ആംഗിൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 3 ആക്സിസ് തമ്മിലുള്ള ആംഗിൾ, എക്സും വൈയും സെറ്റും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 120, 120. ഓക്കെ ആണല്ലോ? ഇതൊരു ഹൊറിസോണ്ടലിൽ നിന്നൊരു ആംഗിൾ നമ്മൾ വരച്ചെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ഓക്കെ, ഹൊറിസോണ്ടലിൽ നിന്ന് വരച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി. ഇനി ഐസോമെട്രിക് പ്രൊജക്ഷനിൽ നമ്മൾ നോർമലി ട്രൂ സ്കെയിൽ അല്ല വരയ്ക്കുക. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഐസോമെട്രിക് സ്കെയിൽ ആണ് യൂസ് ചെയ്യുക. നമ്മൾ നോർമലി യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഇയർ ഗ്രാഫിക്സിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഈ ഐസോമെട്രിക് സ്കെയിൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് 15 ഡിഗ്രിയിൽ ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് ഒരു ആർക്കൊക്കെ വരച്ചിട്ട് ഐസോമെട്രിക് സ്കെയിൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷനിലേക്ക് എത്തും. ആ ഇക്വേഷൻ പ്രകാരം ഏകദേശം 81.2% ആയിരിക്കും. 81.2% ഓഫ് ട്രൂ സ്കെയിൽ ആണ് എന്തെന്ന് പറയുന്നത് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക.
ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ട്രൂ സ്കെയിലിനെക്കാട്ടും കുറവായിരിക്കും. അതായത് 100 mm ആണ് ഒറിജിനൽ ഉള്ളതെങ്കിൽ ഇത് 100 ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ചെരിച്ച് വരയ്ക്കുന്ന സമയത്ത് എത്രയേ വരയ്ക്കുള്ളൂ? 81.65 വരയ്ക്കുള്ളൂ. Got it? Is it clear? പുതിയതായിട്ടുള്ള അറിവാണെങ്കിൽ നോട്ട് ചെയ്യാം. പുതിയതായിട്ടുള്ള അറിവാണെങ്കിൽ നോട്ട് ചെയ്യാം. ഇനി നേരെ തിരിച്ച് ഐസോമെട്രിക് വ്യൂ. ഓക്കെ, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഐസോമെട്രിക് സ്കെയിൽ വേറെ നോക്കാം. ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രൂ സ്കെയിൽ എന്ന് പറയുന്നത് ഐസോമെട്രിക് സ്കെയിലിനെക്കാട്ടും എത്ര ശതമാനം കൂടുതലാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ വരിക? ഇത് ചോദിക്കാറുണ്ട്. അത് ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എഴുതി വെച്ചോ, 122%. ഓക്കെ, ഈ 2 പോയിന്റ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. ഒന്ന് 120 ഡിഗ്രിയാണ് നമ്മളുടെ ആക്സിസ്, 30 ഡിഗ്രിയിലാണ് നമ്മൾ ഹൊറിസോണ്ടലിൽ നിന്ന് ചരിച്ചിട്ടാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് സ്കെയിലാണ് 82%, 81.65 എന്നുള്ളതാണ് കാര്യം. ഇനി ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വൽ സ്കെയിൽ തന്നെയാണ്. അതിനെയാണ് ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ട്രൂ സ്കെയിൽ തന്നെയായിരിക്കും. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്, മീൻസ് നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോമെട്രിക് സ്കെയിൽ, ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് സ്കെയിൽ. വ്യൂ ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സ്കെയിലിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് തൽക്കാലം ഓർത്തിരിക്കുക. ഐസോമെട്രിക് ഡ്രോയിങ് അല്ലെ, ഐസോമെട്രിക് ഡ്രോയിങ്ങും ഐസോമെട്രിക് വ്യൂ ഒക്കെ ആക്ച്വൽ സ്കെയിലാണ്. ഇച്ചിരി പ്രശ്നമാണ് അല്ലെ ഓർത്തിരിക്കാൻ. പ്രൊജക്ഷൻ വന്ന ട്രൂ സ്കെയിൽ അല്ല, ഐസോമെട്രിക് സ്കെയിലാണ് ഓർത്തിരുന്നാൽ. ഓക്കെ, നേരെ തിരിച്ചു ചോദിക്കുമ്പോഴാണ് 122% വരും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് എ ബി, ഒരാൾക്ക് 100 രൂപ സാലറി ഉണ്ട്, ഒരാൾക്ക് 200 രൂപ സാലറി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എത്രയാണ്? 100% ഇൻക്രിമെന്റ് ആണ്. തിരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? 50% ഡിക്രിമെന്റ് ആണ് അല്ലെ? അല്ലേ? ഓക്കെ ആണല്ലോ. ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ 100% കൂടുതലാണ് എന്ന് പറയാം. നേരെ തിരിച്ചു വരുമ്പോൾ 50% ഇയാൾക്ക് കുറവാണെന്ന് പറയും. അപ്പോൾ നമുക്ക് 2 രീതിയിൽ പറയുമ്പോൾ പെർസെന്റേജിന്റെ കണക്കിൽ നല്ല മാറ്റം വരും. അപ്പൊ 2 കാര്യം ഓർത്തിരിക്കണം. ഒന്ന് 122%, രണ്ടാമത്തെ 81.65%. ഇത് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ്, ഒബ്ലിക് പ്രൊജക്ഷൻ. ഒബ്ലിക് പ്രൊജക്ഷൻ ഇത് വരച്ചിട്ടുണ്ടോ ആരെങ്കിലും? വളരെ സാധ്യത കുറവായിരിക്കും പ്രദർശനമായിരിക്കും. നമ്മുടെ സിലബസിൽ നോർമലി കൂടുതലും ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് നമ്മൾ വരയ്ക്കാറ്. ഒബ്ലിക് പ്രൊജക്ഷൻ നമ്മൾ അങ്ങനെ വരയ്ക്കാറില്ല. ഒബ്ലിക് പ്രൊജക്ഷനില് നമ്മൾ ആ നോക്കുന്ന പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പാരലൽ ആണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു പ്ലെയിൻ നമുക്ക് എന്താണ്? പാരലൽ ആണ്. ഒരു വശത്ത് നമ്മൾ ഇച്ചിരി ചെരിഞ്ഞ് നോക്കുന്ന പോലെ ഒരു വശത്ത് നമുക്ക് എന്താണ്? ഒരു ചെരിവായിട്ടും ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, ഒരു ആക്ച്വലി ഇതൊരു 60 ക്യൂബാണ്. സിക്സ്റ്റി ക്യൂബ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ 60 വരച്ചു, ഇവിടെ 60 വരച്ചു. പക്ഷെ ഇവിടെ നമ്മൾ 60, ഇവിടെ 30 വരച്ചു. നോർമലി ഒബ്ലിക് പ്രൊജക്ഷൻ മൊത്തം ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും വരച്ചു വെക്കുന്നതായിട്ട് കാണും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് ഈ ഫുൾ സ്കെയിലിൽ വരയ്ക്കുന്ന ഒബ്ലിക് പ്രൊജക്ഷൻ അറിയപ്പെടുന്ന പേരാണ്. ഫുൾ സ്കെയിലിൽ വരയ്ക്കുന്ന ഒബ്ലിക് പ്രൊജക്ഷൻ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് പറയാൻ പറ്റും? ഫുൾ സ്കെയിലിൽ വരയ്ക്കുന്ന ഒബ്ലിക് പ്രൊജക്ഷൻ അറിയപ്പെടുന്ന പേര് എന്താണ്? എനിബഡി? ഓക്കെ, വെരി ഗുഡ്. ഇറ്റ്സ് കാവിലിയർ പ്രൊജക്ഷൻ അല്ലെ? കാവിലിയർ പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്നതാണ് ഫുൾ സ്കെയിൽ വരുന്നത്.
ഹാഫ് സ്കെയിൽ ആണെങ്കിലോ ഹാഫ് സ്കെയിൽ ആണെങ്കിലോ ക്യാബിനറ്റ് പൊസിഷൻ. ഒബ്ലിക് പൊസിഷൻ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു, കവലിയാർ പൊസിഷൻ എന്നും ക്യാബിനറ്റ് പൊസിഷൻ. ക്യാബിനറ്റ് എന്ന് പറയുന്നത് കുറച്ച് ചെറിയ കാര്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ അത് ഹാഫ് സ്കെയിലാണ് വരയ്ക്കുക. ഓർത്തിരിക്കുക കവലിയാർ ആൻഡ് ക്യാബിനറ്റ്. ഫുൾ സ്കെയിൽ ആണെങ്കിൽ കവലിയാർ, ഹാഫ് സ്കെയിൽ ആണെങ്കിൽ ക്യാബിനറ്റ്. ഓക്കെ, നോട്ട് ഔട്ട്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി ഒബ്ലിക് പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും പ്രധാനമുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കവലിയാർ പ്രൊജക്ഷൻ നോക്കുമ്പോൾ കവലിയാർ കൊട്ടാരം വലുത് എന്ന് പറഞ്ഞ് ഓർക്കാൻ വേണ്ടി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടില്ല. അതെ അതെ, കവലിയാർ കൊട്ടാരത്തിനെ ഓർത്താൽ മതി നിങ്ങൾ പറഞ്ഞു ഓർക്കുന്നത്. ഓക്കെ, എനിവേ ക്യാബിനറ്റ് ആൻഡ് കവലിയാർ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഒബ്ലിക് പ്രൊജക്ഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ കവലിയാറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക, ഓർത്തിരിക്കും. നെക്സ്റ്റ്, ഇവിടെ പ്രൊജക്ടേഴ്സ് ഇൻക്ലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതിലായിരിക്കും? ഒബ്ലിക് പ്രൊജക്ഷനിലായിരിക്കും. പ്രൊജക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, അതായത് പാരലൽ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലി ഐസോമെട്രിക് വ്യൂവിലായിരിക്കും കൂടെ മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പോയിന്റ് പി 30 mm above HP and 40 mm in front of VP. ഓർത്തോഗ്രാഫ് ഐസോമെട്രി ഒക്കെ പാരലൽ ആണ്. നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ്ങിന്റെ അല്ലേ നമ്മളത് കണ്ടുപിടിക്കാൻ നോക്കിയത്. ഓക്കെ, ഫസ്റ്റ് ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്ത് പോയിന്റ് പി is 30 mm above HP and 40 mm in front of VP. ഏതാണ്? ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. നെക്സ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് വ്യൂ ആൻഡ് പ്ലാൻ. Distance between front view and plan. Okay, ഞാൻ എന്തായാലും പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 30 mm above HP and 40 mm in front of VP. ഇവിടെ ഒരു പോയിന്റ് ആണ്. ഇതിങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇത് അടിയിൽ വരും അല്ലെ? ക്ലിയർ ആണല്ലോ? ഇതിന് റൊട്ടേറ്റ് ചെയ്ത് താഴെ വരില്ലേ? ഒരു പോയിന്റ് ഇവിടെ വരും, ഒരു പോയിന്റ് വരും. ഇതാണ് XY ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഹൈറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് 40 ആണ്, ഇത് 30 ആണ്. ഈ 40 ആണ് നമുക്ക് എങ്ങോട്ട് വരിക? താഴോട്ട് വരും. ഇത് 40, ഇത് 30. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, എക്സാമിനേഷൻ സമയത്ത് ഇഗ്നോർ ചെയ്തോ. വേറൊരു കാര്യം പറഞ്ഞുതരാം, ബാക്കി ചെയ്യാൻ പറ്റുന്നത് നോക്ക്. above, below, behind, in front. ഓക്കെ, ഈ എ ബി ഒന്ന് മനസ്സിൽ വെച്ചോ. എ ബി ഒന്ന് മനസ്സിൽ വെച്ചു. above, behind, below, in front. ഓക്കെ ആണല്ലോ? ഇനി above വരുന്ന സാധനം മൊത്തം XY ലൈനിന്റെ മുകളിൽ വരയ്ക്കാം. ബിലോ വരുന്ന സാധനം മൊത്തം
കറണ്ട് പോയതാണ്. തൽക്കാലം ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ തൽക്കാലം നമുക്ക് എബോ ബിഹൈൻഡ് ബിലോ ഇൻ ഫ്രണ്ട് എന്ന് പറയുന്ന ലോജിക് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്ക്, ഒരു സംഭവം എബോ വന്നു കഴിഞ്ഞാൽ നേരെ ഇതിന്റെ മുകളിലേക്ക് മാർക്കിട്ട് ബിലോ താഴോട്ട് മാർക്കിട്ട് ഏതാണോ റിലേറ്റഡ് ടു എച്ച് പി ഏതാണോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കൺസെപ്ച്വലായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ നമ്മൾ എച്ച് പി റിലേറ്റഡ് ചെയ്ത് നോക്കാം. ഇവിടെ 30 എബോ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മൾ എന്തായിട്ട് എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടത് വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ബിലോ പറഞ്ഞാല് ഇതായിരിക്കും എങ്ങോട്ട് പ്രൊജക്ട് ചെയ്യേണ്ടത് വി പിയിലേക്ക് പ്രൊജക്ട് ചെയ്യേണ്ടത്. അപ്പം ബിലോ അല്ലെങ്കിൽ എബോ പറയുന്ന സാധനമായിരിക്കും എന്തായാലും അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന സാധനം അതായിരിക്കും. ഓക്കെ, ക്ലിയർ? അതുപോലെ ഇൻഫ്രണ്ട് അല്ലെങ്കിൽ അത് ബിഹൈൻഡ് എന്ന് പറയുന്ന സാധനമായിരിക്കും എന്തായാലും എന്ത് വരിക അതിന്റെ പ്ലാൻ ആയിട്ടും വരിക. ആ കാര്യങ്ങളിൽ യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവില്ല. ക്ലിയർ ടിൽ നൗ? ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. നോക്കിയേ, 25 mm എബോ എച്ച് പി ആൻഡ് 35 mm ബിഹൈൻഡ് വി പി എന്നാ പറഞ്ഞിരിക്കുന്നത്. എബോ ബിഹൈൻഡ് ഇവിടെ നോക്കുക, ഇതാണ് എക്സ് വൈ ലൈൻ. എബോ ബിഹൈൻഡ് മുകളിൽ തന്നെയല്ലേ? എബോവും ബിഹൈൻഡ് മുകളിൽ തന്നെയല്ലേ? എബോ ബിഹൈൻഡ്. അപ്പൊ 35 mm ബിഹൈൻഡ് വി പി ഇവിടെ മാർക്ക് ചെയ്തു. 25 mm എബോ എച്ച് പിയും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. കിട്ടിയോ? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അപ്പൊ എത്രയായിരിക്കും? ക്ലിയർ? ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു രീതി ഫോളോ ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാഡ്രന്റ് ഒക്കെ വരച്ച് തന്നെ ചെയ്യാം. ഓക്കെ, ഇത് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന സാധനമാണ് അല്ലെ? ബിഹൈൻഡ് എബോ എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റിൽ വരുന്നതാണ്. ഇവിടെ ഒരു പോയിന്റ് ആണ്, ഈ പോയിന്റിന്റെ ഇത് ഇവിടെ വരും, ഇത് ഇവിടെ പ്രൊജക്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴും ഇതിങ്ങനെ കയറി തന്നെ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് പേ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ മറ്റത് ഒരു നമുക്ക് കൃത്യമായ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് അതങ്ങനെ ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ്. ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് എക്സ് വൈ ലൈനിന് എത്ര ഡിസ്റ്റൻസിലാണ് ഇതിന്റെ പ്ലാൻ കിടക്കുക അല്ലെങ്കിൽ ഇതിന്റെ എലിവേഷൻ കിടക്കുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, ഇത് ക്യൂ എന്ന പേര് കൊടുത്തത്, ഇതും ക്യൂ. ഓക്കെ, ഇതിൽ ഏതായിരിക്കും അതിന്റെ പ്ലാൻ എന്ന് പറയുന്നത്? ഏതായിരിക്കും പ്ലാൻ എന്ന് പറഞ്ഞ ഏതായിരിക്കും? മുകളിലുള്ളതായിരിക്കും അല്ലെ? എബോ എച്ച് പി എന്ന് പറയുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ ആയിരിക്കും. അപ്പൊ ക്യൂ ഡാഷ് എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഡാഷ് കൊടുക്കുന്നത് ക്യൂ ഡാഷ് കൊടുക്കുന്നത് നോർമലി എന്തിനു വേണ്ടിയിട്ടാണ്? എലിവേഷൻ റെപ്രസെന്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ റെപ്രസെന്റ് ചെയ്യാനാണ്. ഓക്കെ, പ്ലാനിൽ നമ്മൾ അങ്ങനെ റെപ്രസെന്റേഷൻ കൊടുക്കാറില്ല. ക്ലിയർ? ക്ലിയർ ആണോ? Next question. Point R. 30 mm below HCP and 38 mm behind VP. Quadrant identify ചെയ്യാം. ഏതാ quadrant? ഏതാ? Which quadrant? Third quadrant. Distance between front view and plan. ഈ 3 ക്വസ്റ്റ്യനിൽ ഒന്നായിരിക്കും PSC ക്ക് വരിക കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനിൽ ഒന്നായിരിക്കും നിങ്ങളുടെ PSC ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ഇതുപോലെ ലൊക്കേറ്റ് ചെയ്യും, എന്നിട്ട് ഒന്നെങ്കിൽ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ നമ്മൾ ഡിസ്റ്റൻസ് ചോദിക്കും, അല്ലെങ്കിൽ എക്സ് വൈ ലൈനിൽ നിന്ന് പ്ലാൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂവിന്റെ ഡിസ്റ്റൻസ് ചോദിക്കും. ഈ മൂന്നെണ്ണത്തിന് ഏതാ ഒന്ന് ചോദിക്കുള്ളൂ.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് വ്യൂ ആൻഡ് പ്ലാൻ. ഒന്ന് ബിലോ ഒന്ന് ബിഹൈൻഡ്, അപ്പൊ ഒന്ന് താഴെ ഒന്ന് മുകളിലാണ്. 38 32 ആയിരിക്കും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രണ്ട് വ്യൂ ആൻഡ് പ്ലാൻ എന്നുള്ള സമയത്തിൽ സംശയമില്ല. ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബോ ബിലോ ആണ് അവിടെ പറയുന്നത്. അപ്പൊ ഒന്ന് എബോ ആണ്, ഒന്ന് ബിലോ ആണ് അല്ലെ? ക്ലിയർ? ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. Distance 70. Next one. Point S is 36 mm below HP and 15 mm in front of VP. Quadrant ഏതാ? Quadrant fourth quadrant. Front view പ്ലാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഫ്രണ്ട് വ്യൂ പ്ലാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ 90. ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ രണ്ടും എന്ത് തന്നെയാണ്? ബിലോ എക്സ് വൈ ലൈനിലാണ് കിടക്കുന്നത് അല്ലെ? ക്ലിയർ? ഇരുപത്തൊന്ന് ഡിസ്റ്റൻസ് 21 ഡിസ്റ്റൻസ് കേട്ടോ, 19 വരില്ല. XY above, behind, below, in front. Okay. Below HP, in front of VP. 36 ഇവിടെ മാർക്ക് ചെയ്തു. ബിലോ HP മാർക്ക് ചെയ്തു. ഇൻ ഫ്രണ്ട് ഓഫ് VP 15 മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. എന്താണ്? ഇവിടെ നിന്ന് ഇവിടെ വരെ 36 അല്ലേ? എത്ര വരും? ഓക്കെ, ഓക്കെ ആണല്ലോ? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എക്സ് വൈ ലൈൻ ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ 15 mm ബിലോ 36 mm ബിലോ. ഇവിടെ നമുക്ക് ഏതായിരുന്നു? എസും എസ് ഡാഷും ആയിരുന്നു. അപ്പൊ ബിലോ HP ആയിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫ്രണ്ട് വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായില്ല അജിത്ത്? എന്താ ഉദ്ദേശം? അപ്പൊ രണ്ടും 21 അല്ലേ? രണ്ടും എന്ന് ഉദ്ദേശിച്ചത് തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഇതാണ് ക്വസ്റ്റ്യൻ. 38 32 അല്ലേ ഇവിടെ? ഇവിടെ എത്ര ആൻസർ? ഒന്ന് ബിലോയും ഒന്ന് ബിഹൈൻഡും അല്ലേ? എക്സ് വൈ ലൈൻ അങ്ങനെയൊന്നുമില്ല. എക്സ് വൈ ലൈൻ പ്ലാൻ ആണോ എലിവേഷൻ ആണോ എന്നൊരു ഇത് പറയുന്നില്ല. അങ്ങോട്ട് വേണം വരാം. എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നോക്കാം, ഇതാണ് എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് ലൈനെയാണ് നമ്മൾ എക്സ് വൈ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യം വരയ്ക്കുക. ഇവിടെ നിന്ന് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ 40, ഇവിടെ 30. ഇത് ക്വാഡ്രന്റ് മാറുന്നതിനനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കും. അത് അവർ ചോദിക്കും, അതായത് പ്ലാൻ എക്സ് വൈ ലൈൻ എത്ര ഡിസ്റ്റൻസ് ആണ് അതവർ ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ഉദ്ദേശിച്ചത്. അതായത് HP റിലേറ്റഡ് സാധനമൊക്കെ
അതിന്റെ എലിവേഷൻ ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും പ്ലാൻ എക്സ് വൈ ലൈൻ എത്ര ഡിസ്റ്റൻസിലാണ് എന്ന് ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവാന്നുള്ളത്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സിംബൽ ഫോർ ഇൻഡിക്കേറ്റ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ റെക്കമെൻഡഡ് ബൈ BIS. The symbol for indicating the angle of projection recommended by BIS. Okay, PSC previous question ആണ്. Two views of frustum cone placed horizontally. Okay, very good. Next question. A point P is 3 cm above HP and 2 cm behind VP. Which of the following statement is true? അപ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. PSC previous ആണ്. First question. Elevation of the point is above XY line. Ready ആണല്ലോ? കാരണം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? Behind and above ആണ്. അപ്പൊ രണ്ടും XY line മുകളിലാണ്. നമ്മളൊന്നും വരച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. Plan of the point is above XY line. പ്രശ്നമില്ല. Point is in the second quadrant. പ്രശ്നമില്ല. All the above is true. നമുക്ക് ഒന്നും ആലോചിക്കേണ്ട ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? അതല്ലെങ്കിൽ എപ്പോഴും ഈ പോയിന്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യും. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും. പോയിന്റ് ലൈൻ പ്രൊജക്ഷൻ നമ്മൾ ഫുൾ ആയിട്ട് പഠിക്കും, വളരെ എളുപ്പത്തിൽ പഠിക്കാം. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ പോയിന്റ് പ്രൊജക്ഷൻ വരച്ചോണ്ടിരുന്ന സംഭവം നടക്കില്ല. കാരണം നമുക്ക് ഇത് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് മാക്സിമം 30 സെക്കൻഡ് ആണ് നമ്മൾ പറയാം, അല്ലെ? അതൊരു 100 മിനിറ്റ് ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? സോറി, 75 മിനിറ്റ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് 1 മിനിറ്റ് നമുക്ക് കിട്ടുന്നില്ല. 30നും 60നും ഇടയ്ക്കുള്ളതാണ്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് ജസ്റ്റ് നമുക്ക് XY ലൈൻ ഇവിടെ എയും എബോവും ഇവിടെ നമുക്ക് എന്താണ് ബിഹൈൻഡും ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എലിവേഷൻ ഓഫ് ദ പോയിന്റ്. അപ്പൊ എന്തായാലും എലിവേഷൻ പ്ലാൻ XY ലൈനിന്റെ മുകളിലാന്ന് ഉറപ്പാണല്ലോ, അല്ലേ? എലിവേഷനും പ്ലാനും XY ലൈനിന്റെ മുകളിലല്ലേ? എബോവും ബിഹൈൻഡും അല്ലേ ഇവിടെ കണ്ടീഷൻ തന്നിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ അപ്പൊ തന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഇനി ഇത് മാത്രമല്ലേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. എബോ ബിഹൈൻഡ് മാത്രമല്ലേ നോക്കേണ്ട കാര്യമുള്ളൂ. എബോ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? ഓക്കെ, ക്ലിയർ? then ലൈൻ പ്രൊജക്ഷൻ ഇതോടെ തീർക്കാം നമുക്ക്. ലൈൻ പ്രൊജക്ഷൻ ഇതേ കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്. പല ക്വാഡ്രന്റില് ഈ സാധനത്തിന് നിങ്ങൾ പ്ലേസ് ചെയ്യും. ചിലപ്പം പെർപെൻഡിക്കുലർ ആയിരിക്കും, ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിരിക്കും, ചിലപ്പോൾ പാരലൽ ആയിരിക്കും. അപ്പൊ HP എത്ര പാരലാണ്, HP എത്ര VP ആണ്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാം. ഇതിന് നമ്മളൊരു വഴി പറയാണ്. ദിസ് ഇസ് XY ലൈൻ, all inclination of HP above XY ലൈൻ വരയ്ക്കും. ഓക്കെ, all inclination of VP below XY ലൈൻ വരയ്ക്കും. ഓക്കെ, അതായത് XY ലൈനിന്റെ താഴോട്ട് VP റിലേറ്റഡ് ഇൻക്ലിനേഷനും XY ലൈനിന്റെ മുകളിലോട്ട് HP റിലേറ്റഡ് ഇൻക്ലിനേഷൻ വരച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ PSC ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ലോജിക്കലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VPക്ക് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെയാണ് VP പാരലൽ എന്ന് പറയുന്നത്. P ലൈൻ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? HPക്ക് ഇൻക്ലിനേഷൻ ആണ്.
നമ്മളിങ്ങനെ വരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ ഇതെന്താണ്, കുറച്ച് ടൈം കൂടുതലെടുക്കും. അല്ലെ? നമ്മളൊരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഈസി മെത്തേഡിലേക്ക് മാത്രം പോയിട്ട് നിർത്തുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൈൻ പി ക്യൂ, ദ ലൈൻ പി ക്യൂ XY ലൈൻ ഞാൻ വരയ്ക്കാം കേട്ടോ. 50 mm ലോങ് പെർപെൻഡിക്കുലർ ടു എച്ച്. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഓക്കെ. ആൻഡ് പാരലൽ ടു ബി പി. The end P is 25 mm in front of VP. ഒരു പോയിന്റ് P എന്ന് പറയുന്ന എൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ആൻഡ് 10 mm above HB. 10 mm above HB ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 10 mm above ഇവിടെ മാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻക്ലിനേഷൻ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്. HBയുടെ ഇൻക്ലിനേഷൻ നമ്മൾ വരയ്ക്കുകയാണ്. HBയുടെ ഇൻക്ലിനേഷൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇവിടെ വരച്ചു. ലോങ് 50. ലോങ് 50 ആണ്. ഏതാണ് പി ക്യൂ? താഴത്തെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് സംഭവം കിടക്കുന്നത്. ഇനി നമ്മളത് അല്ലാണ്ട് നോക്കി വെക്കോ, ലോജിക് വെച്ച് നോക്കി വെക്കോ. എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻ 50 mm ലോങ് പെർപെൻഡിക്കുലർ ടു HB പാരലൽ ടു VP. കറക്റ്റ് ആണല്ലോ? ഇതിങ്ങനെ ഒരു പോയിന്റ് വരും, ഇതിങ്ങനെ ഒരു ലൈൻ വരും. ഡൺ. HB में റിലേറ്റ് ഡയമെൻഷൻ ഇതായിരുന്നു. അതുകൊണ്ട് P ഡാഷും Q ഡാഷും. ക്ലിയർ? 90 ഡിഗ്രി നമ്മൾ വരയ്ക്കുക, അതായത് ഇൻക്ലിനേഷൻ ഉള്ളത് വരയ്ക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വെച്ചിട്ട് നമ്മൾ അതിന്റെ ബാക്കി വ്യൂ വരയ്ക്കാൻ പാടുള്ളൂ. ക്ലിയർ? കിട്ടിയോ? ലോജിക്ക് കിട്ടിയോ? അടുത്ത ക്വസ്റ്റിനോട് കൃത്യമായ ലോജിക്ക് നമുക്ക് എത്തിക്കാം. വെരി ഇമ്പോർട്ടന്റ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് പ്രൊജക്ഷൻ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൈൻ പ്രൊജക്ഷൻ. 2 മോഡ്യൂളാണ് നമ്മൾ തീർന്നത് ഇപ്പോൾ. ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കാം. അടുത്തേക്ക് പോയി നോക്കിയാലോ? അടുത്തേക്ക് പോയി നോക്കിയാലോ? ഓക്കെ, then next one. A line AB, എന്റെ കൂടെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. A line AB, ഞാൻ ഫസ്റ്റ് എന്തായാലും XY ലൈൻ അങ്ങ് വരച്ചു. XY ലൈൻ വരച്ചിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HB ആൻഡ് പാരലൽ ടു VP. അപ്പൊ ഞാൻ എന്തായാലും ഫസ്റ്റ് A ലൊക്കേറ്റ് ചെയ്യാം. A 10 mm above HB, 30 mm in front of VP. ഇവിടെ 10, ഇവിടെ 30. ഇത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ A2 ഞാൻ മാർക്ക് ചെയ്തു. Then 50 mm ലോങ്, ഞാൻ ഇൻക്ലിനേഷൻ ആണ്. ഇനി ഫസ്റ്റ് ഞാൻ A മാർക്ക് ചെയ്താൽ നെക്സ്റ്റ് ഞാൻ എന്തിലേക്ക് പോകുള്ളൂ? പാരലിലേക്ക് പോവുകയേ വേണ്ട. പാരലിൽ നിന്ന് കണ്ടീഷനുകൾ വിട്ടേരെ. 30 ഡിഗ്രി ഇൻക്ലൈൻ കണ്ടീഷനിലേക്ക് പോകാന്ന്. HBക്കാണ് ഇൻക്ലിനേഷൻ ഉള്ളത്. 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തു, 50 mm ലോങ്ങിൽ വരച്ചു. ഓക്കെ, എന്ത് തോന്നുന്നു? ഇവിടെ എന്തായാലും ഇങ്ങനെ ലൈൻ ലെവൽ, കാരണം ഇവിടെ പാരലാന്ന് പറഞ്ഞിട്ടല്ലോ. ഇവിടെ നമുക്ക് AB വരയ്ക്കാം, ഇവിടെ AB വരയ്ക്കാം. ഓക്കെ, above HB, A dash B dash. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആണോ? Then next question. A line AB 60 mm long, inclined to 60 degree to HB and parallel to VP.
the length of the plan view is. Question എത്രയേ ഉള്ളൂ? XY. ഇതാണ് മാക്സിമം ലൈൻ പ്രൊജക്ഷൻ ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റൻ ആണ്. 60 mm ലോങ് ഇൻക്ലൈൻ 60 ഡിഗ്രി ടു HP. എന്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു 60 ഡിഗ്രി ടു HP. ഓക്കെ, 60 ഡിഗ്രി ടു HP ഞാൻ വരച്ചു. ആൻഡ് പാരലൽ ടു VP. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംഭവമായിരിക്കും ഉണ്ടാവും. ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ലെങ്ത് എത്രയാ തന്നിട്ടുണ്ട്? 60 mm ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ പ്ലാൻ കണ്ടുപിടിക്കാൻ, ഇതെന്ന് പറഞ്ഞാൽ എന്തായി? A', B' ആണ്. ഇതാണ് അതിന്റെ പ്ലാൻ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ പ്ലാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇത് 60, സോറി ഇത് 60, ഇത് 60 ഡിഗ്രി, ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്ജസ്റ്റന്റും ഹൈപ്പോട്ടനസും തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത്. cos 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? cos 60 എന്ന് പറഞ്ഞാൽ എന്താണ്? x/60 ആണ്. then 60 into cos 60 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. എത്രയായിരിക്കും ആൻസർ? ആൻസർ എത്രയായിരിക്കും? cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 60 into 1/2 30. ബിലോ 60 സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? PSC പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. പണ്ട് PSCക്ക് ചോദിച്ചു, വളരെ എളുപ്പത്തിലേ ചോദിക്കുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും പറ്റില്ല. ഓക്കെ, ഡൺ. ഓക്കെ, ക്ലിയർ അല്ലേ? ആരും തന്നെ തെറ്റിച്ചിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കണ്ടീഷനാണ്, ഞാനത് നാളെ പറയാം. ഈ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പാരന്റ് ഇൻക്ലിനേഷൻ അതായത് ഇവിടെ സാധാരണ നമുക്ക് ഒരു ഇൻക്ലിനേഷൻ ചെയ്തിട്ട് ഒന്ന് പാരന്റായിട്ടാണ് എപ്പോഴും തരും. ഇനി HP-ക്കും അതുപോലെ തന്നെ VP-ക്ക് ഇൻക്ലൈൻഡ് ആയ ഒരു കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ പ്ലാൻ വരയ്ക്കുക. അപ്പൊ അതിന്റെ ഒരു മെത്തേഡാണ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞ ടേം വരിക. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡയഗ്രത്തോടു കൂടി പറഞ്ഞുതരാം. ഓക്കെ, line PQ 40 mm long, 45 degree to VP and is contained in HP and P is 25 in front of VP. ഇത് വരയ്ക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് XY ലൈൻ വരയ്ക്കുക. 40 mm ലോങ് ഉണ്ടെന്ന് പറഞ്ഞു. A ലൊക്കേറ്റ് ചെയ്യുക. ഒന്ന് കണ്ടെയ്ൻ ഇൻ HP ഞാൻ അവിടെ വെക്കട്ടെ. 20 mm in front of VP അവിടെ വെക്കട്ടെ. Then 45 degree to VP. ഓക്കെ, ഇങ്ങനെയായിരിക്കും അതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വേറെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, അതിന്റെ ആ ആംഗിൾ മാത്രമേ വരുള്ളൂ. കാരണം രണ്ട് ടൈപ്പും ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓർമ്മയുണ്ടോ? കണ്ടെയ്ൻ HP XY ലൈൻ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. നമ്മള് ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് രണ്ടിലും ഇൻക്ലിനേഷൻ എന്ന് പറയാം. ആക്ച്വലി നമ്മളിവിടെ ഒരു ഇതില് നമ്മളിങ്ങനെ ഒരു മെത്തേഡ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് ഇതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ച് അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നു, ഇതിലേക്ക് കണക്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ ഒരു ആർക്ക് വരച്ച് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഈ രീതിയിലായിരിക്കും ഇത് വരിക. ഇതായിരുന്നു ട്രൂ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ടൈപ്പ് ഇൻക്ലിനേഷൻ വന്നിട്ട് ഇതിന്റെ ഫൈനൽ വ്യൂവിൽ വരുന്ന ഈ ഇൻക്ലിനേഷൻ ആണ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഞാനത് അതിന്റെ ഒരു ഒറിജിനൽ വ്യൂ വെച്ചിട്ട് വരച്ചു തരാം. മീൻസ് ഒരു സ്ലൈഡിൽ ആ ഒരു ഇമേജ് തന്നെ ആഡ് ചെയ്യാം. ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി വരില്ല, സ്കെയിലും പെൻസിലും ഇല്ലാത്ത വരെയല്ല.
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാനുള്ളത് തീർക്കാനൊന്നുമില്ല, അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഡെവലപ്മെന്റിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോക്കാനുള്ളൂ. ഇത് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ലെവൽ ഓഫ് കാര്യങ്ങൾ നമ്മൾ കഴിയും. ഓക്കെ, സോളിഡ്സ് ഡ്രോയിങ്ങിൽ വേണ്ട, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്കുള്ളൂ. പിന്നെ നമുക്കത് CAD-ന്റെ ഭാഗമായിട്ട് വരുന്ന സംഭവം മോക്ക് ടെസ്റ്റ് വെക്കാൻ സമയം ഉണ്ടാവില്ല, കാരണം നമുക്ക് കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തന്നെ നമുക്കൊരു, കാരണം ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് തീർക്കണം. ഏപ്രിൽ 7-ാം തീയതി എക്സാം. അതിന് നമുക്കത് തീർക്കുന്നതിന് മുമ്പ് നമുക്കത് ചെയ്യാൻ ശരി പാടാം. ഏതാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതാണോ? സുഖല്ലേ? സോറി, നമ്മുടെ ഏപ്രിൽ ഒരു മാസം നമുക്ക് കിട്ടുള്ളൂ. അടുത്ത നെക്സ്റ്റ് വീക്ക് തന്നെ നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് എടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. നോക്കാം തരും. ഓക്കെ, ഇത് 40 mm ആണ്, ഇത് 45 ഡിഗ്രി ആണ്. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഏതായിരിക്കും? cos 45 ചെയ്താൽ പോരെ അല്ലേ? cos 40 എത്രയാ വരിക? adjacent by hypotenuse by root. ഓക്കെ, ഈ ഇതിലാണ് ചെയ്യാം. ഓക്കെ, നോർമലി നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്ത് കളഞ്ഞാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടി ഇട്ടതാണ്. വീണ്ടും കറണ്ട് പോയി. ഓക്കെ, അങ്ങനെ നമുക്ക് വല്ല വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നാളെ നൈറ്റ് 10 to 11 തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്താലോ? ഇന്ന് സെക്ഷൻ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വൈഫൈ കട്ടായിട്ട് ഇപ്പൊ മൊബൈൽ നെറ്റ്വർക്കിലാണ് പോയേക്കുന്നത്. തന്നെ ചെയ്യാൻ പറ്റിയ ഇപ്പൊ തന്നെ ചെയ്യാം. ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. ഓക്കെ, കറണ്ട് പോയാൽ മാത്രമാണ് നാളത്തേക്ക് വെക്കും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ചെയ്യാം. PDF ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. ഇതിന്റെ PDF ഓക്കെ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഏപ്രിൽ ലാസ്റ്റ് ഓവറാകും ഈ ഫസ്റ്റ്. ഇപ്പൊ ശരി വെച്ചോ. കോള് പോലെ